ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ശ്രീ വാസുദേവാഷ്ടകം ശ്ലോകം 4. ആനന്ദരൂപജനകാനകപൂർവദുന്ദുഭ്യാനന്ദ സാഗരസുധാകര സൗകുമാര്യ മാനാപമാന സമമാനസരാജഹംസ ശ്രീഭൂപദേ ഹര ഹരേ സകലാമയം മേ. ആനന്ദരൂപ, ആനന്ദം സ്വരൂപമായവനെ, ജനകാനക പൂർവദുന്ദുഭ്യാനന്ദ സാഗര, അച്ഛനായ ആനകദുന്ദുഭിക്ക്, ഇത് വസുദേവർക്ക് ആനന്ദക്കടൽ ആയവനെ, സുധാകര സൗകുമാര്യ, ചന്ദ്രൻ്റെ സൗന്ദര്യം ഉടയവനെ, മാനാപമാന സമമാനസരാജഹംസ, മാനവും അപമാനവും സമമായി കരുതുന്നവരുടെ മാനസമാകുന്ന മാനസസരസിലെ രാജഹംസമേ, മാനം, അപമാനം, ലാഭം, നഷ്ടം മുതലായ ദ്വന്ദ്ങ്ങളെ ജയിച്ചവരുടെ മനസ്സിൽ ഈശ്വരൻ വാണരുളുന്നു. ആനന്ദരൂപിൻ, പിതാവായ വസുദേവരുടെ ആനന്ദത്തിൻ്റെ സാഗരമേ, സുധാകരൻ്റെ സൗകുമാര്യം ഉള്ളവനെ, മാനാപമാനങ്ങൾ സമമായി കരുതുന്ന ആളുകളുടെ മനസ്സിലെ രാജഹംസമേ, ശ്രീ ഭൂപദേ ഹരേ, എൻ്റെ സർവദുഃഖങ്ങളും ഹരിക്കണമേ. മാനാപമാന രൂപത്തിലുള്ള ദ്വന്ദ്ഭാവങ്ങളിൽ സമനില പുലർത്തുന്ന ജീവൻ മുക്തന്മാരാണ് പരമഹംസന്മാർ. അവരുടെ മനസ്സാകുന്ന മാനസസരസിൽ സദാ കളിയാടുന്ന രാജഹംസമാണ് ഭഗവാൻ. ചിത്തത്തിൻ്റെ സമനിലയാണ് ബ്രഹ്മാനുഭവം. അപ്പോൾ സമചിത്തന്മാരായ പരമഹംസന്മാരുടെ മനസ്സിൽ നിറഞ്ഞു വിളങ്ങുന്ന ബ്രഹ്മം, ഇവിടെ വാസുദേവൻ ബ്രഹ്മപ്രതീകമാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ശ്രേഷ്ഠമായ അരയന്നമാണ് രാജഹംസം. രാജഹംസങ്ങളുടെ വാസസ്ഥാനം കൈലാസത്തിലെ മാനസസരസാണെന്ന് പ്രസിദ്ധി. വസുദേവരുടെ മറ്റൊരു പേരാണ് ആനകദുന്ദുഭി. വസുദേവൻ ജനിച്ചപ്പോൾ ദേവന്മാർ ആനകം, ദുന്ദുഭി തുടങ്ങിയ വാദ്യങ്ങൾ ഘോഷിക്കുകയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആനകദുന്ദുഭി എന്ന പേരു കിട്ടിയത്. പദ്യത്തിൽ ഈ പേര് തന്നെ ഇടയ്ക്ക് പൂർവപദം ചേർത്ത് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് കാണേണ്ടതാണ്. ചന്ദ്രോദയത്തിൽ സമുദ്രത്തിന് വേലിയേറ്റമുണ്ടാകുന്നു. അതുപോലെ വസുദേവരുടെ ആനന്ദസമുദ്രവും കൃഷ്ണനാകുന്ന ചന്ദ്രൻ്റെ ദർശനത്തിൽ വേലിയേറ്റമുള്ളതായി ഭവിക്കുന്നു. സംഭവബഹുലമായ ജീവിതമായിരുന്നു വസുദേവരുടേത്. ആ ജീവിതത്തിൽ ഒരിക്കൽ പോലും കൃഷ്ണൻ്റെ മുഖത്ത് ശോകം നിഴലിച്ചതായി കാണുന്നില്ല. അതുതന്നെയാണ് കൃഷ്ണൻ്റെ ആനന്ദരൂപത്വം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത്. ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം.